നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സിസ്റ്റം തിയറി ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആണ്. സിസ്റ്റം തിയറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ബിഹേവിയറൽ റെവല്യൂഷൻ ഇൻ സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൽ ബിഹേവിയറലിസത്തിൻ്റെ വരവോടുകൂടി ഡെവലപ്പ് ചെയ്ത ഒരു തിയറിയാണ് സിസ്റ്റം തിയറി. ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദ ബിഹേവിയറൽ റെവല്യൂഷൻ ഇൻ സോഷ്യൽ സയൻസ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഔട്ട് ഓഫ് ദ ആങ്സൈറ്റി ഓഫ് ദ ന്യൂ സോഷ്യൽ സയൻറ്റിസ്റ്റ് to evolve a general body of knowledge by integrating various disciplines of social science. It is developed out of the anxiety of the new social scientist. പുതിയ സയൻറ്റിസ്റ്റുകളുടെ ഒരു ആങ്സൈറ്റി കൊണ്ടാണ് ഇത്തരത്തിലുള്ള സിസ്റ്റം തിയറിയുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. സിസ്റ്റം തിയറിയുടെ പ്രത്യേകത ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ഓൾ ഡിസിപ്ലിൻസ് ഓഫ് സോഷ്യൽ സയൻസ്. എല്ലാ സോഷ്യൽ സയൻസിനകത്ത് വരുന്ന എല്ലാ സബ്ജക്റ്റിൻ്റെയും കുറേശ്ശെ പാർട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സിസ്റ്റം തിയറി, സിസ്റ്റം തന്നെ പല പാർട്സ് എന്നുള്ള മീനിങ് ഒക്കെ വരുന്നത്. ഒരു ഡെഫിനേഷൻ സിസ്റ്റം എന്താണെന്നുള്ളത് കോളിൻ ചെറി ഡിഫൈൻഡ് സിസ്റ്റം ആസ് എ ഹോൾ which is compounded of many parts and ensemble of attributes. നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം എന്നൊക്കെ പറയുമല്ലോ, അതിൽ പല പാർട്സ് ഉണ്ട് ഇല്ലേ? ആ പാർട്സ് എല്ലാം സഫീഷ്യൻ്റ്ലി വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഇസ് എ ഹോൾ which is compounded of many parts and ensemble of attributes. ഇനി ജനറൽ സിസ്റ്റം തിയറിയിലേക്ക് വരുമ്പോൾ ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻ സോഷ്യൽ സയൻസ് ഇറ്റ് വാസ് ഫസ്റ്റ് എക്സ്പൗണ്ടഡ് ബൈ മക്കല്ലാൻഡ് ഇൻ 1955. But it was presented in a systematic manner by Morton Kaplan in his book System and Process in International Politics. ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മക്കല്ലാൻഡ് ആണ്. ലേറ്റർ സിസ്റ്റമാറ്റിക് മാനറിൽ അത് പറഞ്ഞത് മോർട്ടൻ കപ്ലാനാണ്, അദ്ദേഹത്തിൻ്റെ ബുക്കായ സിസ്റ്റം ആൻഡ് പ്രോസസ് ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ. അക്കോർഡിംഗ് ടു ഹിം ദർ ഈസ് സം കൊഹറൻസ്, റെഗുലാരിറ്റി ആൻഡ് ഓർഡർ ഇൻ ഇൻ്റർനാഷണൽ റിലേഷൻസ്. ഒരു യൂണിറ്റിയും റെഗുലാരിറ്റിയും ഓർഡറും ഉണ്ടായിരിക്കണം. എന്തിൽ? ഇൻ്റർനാഷണൽ റിലേഷൻസിൽ. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ടാണ് ഹു ഈസ് എ മെയിൻ ആക്ടർ ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. നേഷൻസ് ആണ്. നേഷൻസ് ആർ ദ മെയിൻ ആക്ടർ ഇൻ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ഇൻ്റർനാഷണൽ സിസ്റ്റം. ഇൻ്റർനാഷണൽ സിസ്റ്റത്തിൽ ചേഞ്ച് വരുന്നതനുസരിച്ച് സ്റ്റേറ്റിൻ്റെ റോളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. So nations are the main actors in international politics and the role of the state change with change in international system. അങ്ങനെ അദ്ദേഹം ആ നേഷൻ സ്റ്റേറ്റ്സുകളുടെ എല്ലാം ചേഞ്ചിനെ ബേസ് ചെയ്ത് 6 മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റം തിയറിയിൽ 6 മോഡൽസ് ഓഫ് ഇൻ്റർനാഷണൽ സിസ്റ്റം. ആ പല മോഡലും നമുക്ക് പല കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. അതിലാദ്യത്തേത് balance of power system. It prevailed in Europe in the 18th and 19th century. It implies a sort of equilibrium of political power favorable to a particular nation at a particular time. It prevailed in Europe in 18th and 19th century. 18th centuryയിലും 19th centuryയിലും നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ബാലൻസ് ഓഫ് പവർ സിസ്റ്റം. എന്താണ്? എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള അധികാരം എങ്ങനെയാണ്? ഒരു തുല്യമായ രീതിയിൽ നിന്നിരുന്നു. ഇറ്റ് ഇംപ്ലൈസ് എ സോർട്ട് ഓഫ് ഇക്വിലിബ്രിയം ഓഫ് പൊളിറ്റിക്കൽ പവർ ഫേവറബിൾ ടു എ പർട്ടിക്കുലർ നേഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം. അല്ലെങ്കിൽ ഇറ്റ് മീൻസ് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ വേരിയസ് നേഷൻസ് ടു പ്രിവെൻറ്റ് എനി പർട്ടിക്കുലർ നേഷൻ ഫ്രം ഇമ്പോസിങ് ഇറ്റ്സ് വിൽ അപ്പോൺ അതേഴ്സ്. ഒന്നെങ്കിൽ ചില സമയത്ത് ചില നേഷൻസിന് ഫേവറായി എല്ലാവരും നിന്നു, അല്ലെങ്കിൽ മറ്റൊരു മീനിങ് ഉണ്ട്, എല്ലാവരുടെ കയ്യിലും കുറേ അധികാരമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു നേഷൻ മറ്റൊരു നേഷൻ്റെ നേരെ ഒരു അതിക്രമത്തിന് മുതിരാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ. അതാണ് ഇറ്റ് മീൻസ് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ വേരിയസ് നേഷൻസ് ടു പ്രിവെൻറ്റ് എനി പർട്ടിക്കുലർ നേഷൻ ഫ്രം ഇമ്പോസിങ് ഇറ്റ്സ് വിൽ അപ്പോൺ അതേഴ്സ്. അപ്പോൾ ആ ബാലൻസ് ഓഫ് പവർ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് കുറച്ച് റൂൾസ് ഉണ്ട്. ഇനി അതാണ് പറയാൻ പോകുന്നത്. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ബാലൻസ് ഓഫ് പവർ സിസ്റ്റത്തിനകത്താണ്. ബാലൻസ് ഓഫ് പവർ സിസ്റ്റം എന്ന് പറയുന്നത് കപ്ലാൻ്റെ 6 മോഡൽസിലെ ഫസ്റ്റ് മോഡൽ ആണ്.
ബാലൻസ് ഓഫ് പവറിൽ എന്തൊക്കെയാണ് ഉള്ളത്? ഈച്ച് സ്റ്റേറ്റ് മേ ഇൻക്രീസ് ഇറ്റ്സ് പവർ അപ്പോൺ വേരിയസ് നേഷൻസ്. ഈച്ച് സ്റ്റേറ്റ് മേ ഇൻക്രീസ് ഇറ്റ്സ് പവർ വിതൗട്ട് വാർ. ഓരോ സ്റ്റേറ്റും മറ്റൊരു സ്റ്റേറ്റിൻ്റെ അടുത്തേക്ക് പവർ കൂട്ടി കാണിക്കാം, പക്ഷേ യുദ്ധം ചെയ്യാൻ പോകരുത്. ഈച്ച് സ്റ്റേറ്റ് ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് പവർ വിതൗട്ട് വാർ. പിന്നെ എന്തിലൂടെ? ത്രൂ നെഗോസിയേഷൻ, പരസ്പരം ചർച്ച ചെയ്ത്. ഓരോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ കൺട്രി എന്ന മീനിങ് ആണ് ഇവിടെ കേട്ടോ. ഈച്ച് സ്റ്റേറ്റ് ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് പവർ വിതൗട്ട് വാർ, ദാറ്റ് ഈസ് ത്രൂ നെഗോസിയേഷൻ. നെഗോസിയേഷൻ വഴി ഓരോ കൺട്രിക്കും തങ്ങളുടെ പവർ കൂട്ടാൻ സാധിക്കും. The primary object of each state is to protect its national interest even at the risk of war. ഓരോ കൺട്രിയുടെയും പ്രൈമറി ഒബ്ജക്റ്റീവ് എന്തായിരിക്കണം? ടു പ്രൊട്ടക്റ്റ് ഇറ്റ്സ് നാഷണൽ ഇൻട്രസ്റ്റ്, തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക. തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണമെങ്കിൽ യുദ്ധം ചെയ്യാം, പക്ഷേ തങ്ങളുടെ പവർ കൂട്ടാൻ യുദ്ധം ചെയ്യരുത്. അതാണ് ആദ്യം പറഞ്ഞ പോയിന്റ്. ഫോർ ഇൻക്രീസിങ് പവർ എ നേഷൻ ഷുഡ് നോട്ട് ഇൻഡൾജ് ഇൻ വാർ, ബട്ട് ഫോർ achieving its national interest or protecting its national interest, it can go for a war. ഇനി one should not eliminate essential national actor. അടുത്ത പോയിന്റ്, one should not eliminate an essential national actor. വളരെ നിർണായകമായ രീതിയിൽ നിൽക്കുന്ന നേഷൻസിനെ ഒരിക്കലും പുറത്താക്കാൻ ശ്രമിക്കരുത്. അടുത്തെന്താണ്? ദ നാഷണൽ ആക്ടേഴ്സ് ഷുഡ് പ്രിവെൻറ്റ് അതേഴ്സ് ഫ്രം ഫോമിങ് എ കോഅലീഷൻ ആൻഡ് ഡിസ്റ്റർബിങ് ദ ഇൻ്റർനാഷണൽ സിസ്റ്റം. ഈ നാഷണൽ ആക്ടേഴ്സ്, പ്രധാനപ്പെട്ട നേഷൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ 1-2 രാജ്യങ്ങളുണ്ടെങ്കിൽ അവരെയെല്ലാം ഒന്നിച്ച് നിർത്തി അവർ ബാക്കിയുള്ളവരെ എതിർക്കാൻ ഇടയാക്കരുത്. അതാണ് നാഷണൽ ആക്ടേഴ്സ് ഷുഡ് പ്രിവെൻറ്റ് അതേഴ്സ് ഫ്രം ഫോമിങ് എ കോഅലീഷൻ and disturbing the international system. അടുത്ത പോയിന്റ്, national actors should prevent other actors from subscribing or defeated actors from subscribing to supranational principles. നേഷൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില നേഷൻസ് ഉണ്ടാകും അവർക്ക് ഇത്തരം പൊളിറ്റിക്കൽ പവറിലൊന്നും താല്പര്യമില്ല, എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ കണ്ടു ജീവിക്കുന്ന നേഷൻസ്. അത്തരം പ്രിൻസിപ്പിൾ എല്ലാവരും ഫോളോ ചെയ്യാനും ഇടയാക്കരുത്. അങ്ങനെ വന്നാൽ ബാലൻസ് ഓഫ് പവർ സിസ്റ്റം തീരും എന്നാണ് പറയുന്നത്. നാഷണൽ ആക്ടേഴ്സ് ഷുഡ് പ്രിവെൻറ്റ് അതേഴ്സ് ഫ്രം സബ്സ്ക്രൈബിങ് ടു സുപ്രാ നാഷണൽ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ നാഷണാലിസം എന്ന ഫീലിംഗ് ഒന്നും ഇല്ലാതെ നിൽക്കുന്ന നേഷൻസിനെയാണ് സുപ്രാ നാഷണൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ്, ഡിഫീറ്റഡ് ആക്ടേഴ്സ് ഷുഡ് ബി പെർമിറ്റഡ് ടു റീ എൻട്രി ഇൻ ടു ദ സിസ്റ്റം. ഇനി ഏതെങ്കിലും നേഷനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു, തോറ്റാലും അവരെ എന്തെങ്കിലുമൊക്കെ കരാർ കൊണ്ട് വീണ്ടും ഈ ബാലൻസ് ഓഫ് പവർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇത്രയുമാണ് ബാലൻസ് ഓഫ് പവറിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആദ്യം എന്താണ്? എ സ്റ്റേറ്റ് ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് പവർ വിതൗട്ട് വാർ, ദാറ്റ് ഈസ് ത്രൂ നെഗോസിയേഷൻ. ഫോർ അച്ചീവിങ് നാഷണൽ ഇൻട്രസ്റ്റ് എ സ്റ്റേറ്റ് ക്യാൻ ഗോ ഫോർ വാർ. Also, one should not eliminate an essential national actor. മറ്റൊന്ന്, national actors should prevent others from forming a coalition and disturbing the international system. മറ്റെന്താണ്? കോalition ഫോം ചെയ്യാനും സമ്മതിക്കരുത്, സുപ്രാനാഷണൽ പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്യാനും സമ്മതിക്കരുത്. ഡിഫീറ്റഡ് ആക്ടേഴ്സ് ഷുഡ് ബി പെർമിറ്റഡ് ടു റീ എൻട്രി ഇൻ ടു ദ സിസ്റ്റം. ഇനി രണ്ടാമത്തതെന്ന് പറയുന്നത് ലൂസ് ബൈപോളാർ സിസ്റ്റമാണ്. ലൂസ് ബൈപോളാർ സിസ്റ്റത്തിൽ എങ്ങനെ ഉണ്ടാക്കും? രണ്ട് ബ്ലോക്കായിട്ട് നേഷൻസ് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ലൂസ് ബൈപോളാർ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതൊരു ബ്ലോക്ക്, ഇതൊരു ബ്ലോക്ക്. ഈ രണ്ട് ബ്ലോക്കിൻ്റെ ഇടയിലായിട്ട് ഒത്തിരി കൊച്ചു കൊച്ചു ബ്ലോക്കുകൾ ഉണ്ടാക്കാം. ഒരെണ്ണം ചിലപ്പം UN ആയിരിക്കും, ഒരെണ്ണം നോൺ അലൈൻഡ് നേഷൻസ് ആകാം. അങ്ങനെ ചെറിയ ചെറിയ ഒത്തിരി ബ്ലോക്കുകൾ ഈ രണ്ട് ബ്ലോക്കിൻ്റെ ഇടയിലും ഉണ്ടാക്കാം, രണ്ടിൽ നിന്നും മാറി നിൽക്കുന്നത്. അങ്ങനെ രണ്ട് ബ്ലോക്കുകളും വേറെ കുറേ കുഞ്ഞു ബ്ലോക്കുകളും കൂടെ വരുമ്പോൾ എന്താണത്? ലൂസ് ബൈപോളാർ സിസ്റ്റം. ബാലൻസ് ഓഫ് പവർ മേ ട്രാൻസ്ഫോം ഇറ്റ്സെൽഫ് ഇൻ ടു ലൂസ് ബൈപോളാർ സിസ്റ്റം. അവിടെ എത്ര പേരുണ്ടാകും ആ ബ്ലോക്കിൽ? USA, USSR. ആരൊക്കെ ഉണ്ടാകും? രണ്ട് ബ്ലോക്കിൽ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്നിൽ USA ഉണ്ടാകും, രണ്ടിടത്ത് USSR ആയിരിക്കും,
പിന്നെ കുറേ കുഞ്ഞ് കുഞ്ഞ് ബ്ലോക്കുകൾ, ഒന്ന് UNO ആയിരിക്കാം, ഒന്ന് NAM ആയിരിക്കാം. ഇങ്ങനെ 2 ബ്ലോക്കുകൾ പ്രസൻ്റ് ആണ്. ഒപ്പം വേറെ കുറച്ച് നോൺ മെമ്പർ ബ്ലോക്ക് ആക്ടേഴ്സ്. ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ എന്താ വിളിക്കുന്നത്? നോൺ മെമ്പർ ബ്ലോക്ക് ആക്ടേഴ്സ്. നോൺ മെമ്പർ, ആ ടേം ഓർക്കുക, നോൺ മെമ്പർ ബ്ലോക്ക് ആക്ടേഴ്സ്. അതാണ് ആ കുഞ്ഞ് ടേം എന്ന് പറയുന്നത്. അപ്പം ലൂസ് ബൈപോളാർ സിസ്റ്റത്തിൽ എന്താണുള്ളത്? 2 ബ്ലോക്ക് ആക്ടേഴ്സ്. ആരൊക്കെയാണ്? USA-യും USSR-ഉം. നോൺ മെമ്പേഴ്സായിട്ടുള്ളവരുണ്ടാകും. യൂണിവേഴ്സൽ ആക്ടർ, അത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനെയാണ് നമ്മൾ യൂണിവേഴ്സൽ ആക്ടർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ കുറച്ച് ബ്ലോക്കുകളും ഉള്ളപ്പോൾ അതിനെ ലൂസ് ബൈപോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നു. In the loose bipolar system, we have 2 block actors, non-member block actors and universal actor. ഈ ലൂസ് ബൈപോളാർ സിസ്റ്റം കാലക്രമേണ എന്തായിട്ട് മാറും? It will change into tight bipolar system. The loose bipolar system may be transformed into tight bipolar system. Tight bipolarൽ 2 ബ്ലോക്കേ ഉള്ളൂ, USA-യും USSR-ഉം. ഈ 2 ബ്ലോക്കുകൾ മാത്രമേ ടൈറ്റ് ബൈപോളാർ സിസ്റ്റത്തിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എന്താണ്? ബാക്കിയുള്ള കൊച്ചു ബ്ലോക്കുകളെല്ലാം എന്ത് ചെയ്യും? ഈ 2 നേഷൻസും കൂടെ വന്നങ്ങ് വിഴുങ്ങിക്കളയും. ഈ 2 ബ്ലോക്കുകൾ വന്ന് ചേർന്ന് ബാക്കിയുള്ള ചെറിയ ബ്ലോക്കുകളെ അങ്ങ് വിഴുങ്ങിക്കളയും. അങ്ങനെ USA-യും USSR-ഉം മാത്രം, ഈ 2 ബ്ലോക്ക് മാത്രം ഉള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈറ്റ് ബൈപോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ദ ലൂസ് ബൈപോളാർ സിസ്റ്റം മേ ബി ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ടൈറ്റ് ബൈപോളാർ സിസ്റ്റം. In the system, non-member national actors would either disappear or shall have little importance. ബാക്കി ബ്ലോക്കിൻ്റെ 2 ബ്ലോക്കിലും പെടാത്ത ആൾക്കാർക്ക് ഒരു പ്രാധാന്യവും ഉണ്ടാവത്തില്ല. ഈവൻ ദ യൂണിവേഴ്സൽ ആക്ടർ എന്ന് പറയുമ്പോൾ ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനാണ്. ഈവൻ ദ യൂണിവേഴ്സൽ ആക്ടർ ഷാൽ ബി ഇൻ എ പൊസിഷൻ ടു മീഡിയേറ്റ് ബിറ്റ്വീൻ 2 ബ്ലോക്ക് ആക്ടേഴ്സ്. യൂണിവേഴ്സൽ ആക്ടർ പോലും എന്താണ്? ഷാൽ ബി നോട്ട് ഇൻ എ പൊസിഷൻ. 2 പേരുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ മാത്രം ധൈര്യമോ കഴിവോ ഇല്ലാത്ത അവസ്ഥയിലായിരിക്കും. ഷാൽ ബി നോട്ട് ഇൻ എ പൊസിഷൻ ടു മീഡിയേറ്റ് ബിറ്റ്വീൻ ദീസ് 2 ബ്ലോക്ക് ആക്ടേഴ്സ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ബാലൻസ് യൂണിവേഴ്സൽ ഇൻ്റർനാഷണൽ സിസ്റ്റം. അതിനുശേഷം ഹൈറാർക്കിക്കൽ ഇൻ്റർനാഷണൽ സിസ്റ്റവുമുണ്ട്, വീറ്റോ സിസ്റ്റവുമുണ്ട്. യൂണിവേഴ്സൽ ഇൻ്റർനാഷണൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു വേൾഡ് ഫെഡറേഷനെയാണ് ഉദ്ദേശിക്കുന്നത്. യുണൈറ്റഡ് നേഷൻസ് തുടങ്ങിയ നേഷൻ ഒരു വലിയ നേഷനായിട്ട് അവിടെ നിൽക്കും. ബാക്കി എല്ലാ കൺട്രീസും ഈ യുണൈറ്റഡ് നേഷൻ്റെ ഒരു കൺട്രോളിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ വേൾഡ് ഫെഡറേഷൻ എന്ന് വിളിക്കുന്നത്. ദിസ് സിസ്റ്റം കുഡ് ബി ഇക്വേറ്റഡ് ടു വേൾഡ് ഫെഡറേഷൻ. ഇറ്റ് കുഡ് ബി പോസിബിൾ വെൻ ദ യുണൈറ്റഡ് നേഷൻസ് ഓർ എനി അതർ ഇൻ്റർനാഷണൽ ഏജൻസി ബിക്കെയിം sufficiently strong to check war and maintain perpetual peace. യുണൈറ്റഡ് നേഷൻസ് സ്ട്രോങ് ആകുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് യൂണിവേഴ്സൽ ഇൻ്റർനാഷണൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ പെർഫോം ജുഡീഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ്. ഇത്തരം ലെജിസ്ലേറ്റീവ് വർക്കും എക്സിക്യൂട്ടീവ് വർക്കും ജുഡീഷ്യൽ വർക്കും എല്ലാം UNO തന്നെ നേരിട്ട് ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റേറ്റ്സൊക്കെ ഒരു സഫിഷ്യൻ്റ് ഓട്ടോണമിയിൽ സ്വതന്ത്ര രാജ്യങ്ങളെ പോലെ നിലനിൽക്കുകയും ചെയ്യും. അതാണ് യൂണിവേഴ്സൽ ഇൻ്റർനാഷണൽ സിസ്റ്റം എന്ന് പറയുന്നത്. വലിയ ഒരു നേഷൻ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് അധികാരത്തിൽ വരുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി പോസിബിൾ only when United Nations became sufficiently strong to check war and maintain perpetual peace. And that agency will perform all other legislative, executive, judicial and political administrative function, and state would be left with sufficient autonomy. അടുത്തത് ഹൈറാർക്കിക്കൽ ഇൻ്റർനാഷണൽ സിസ്റ്റമാണ്. ഏകദേശം യൂണിവേഴ്സൽ ഇൻ്റർനാഷണൽ സിസ്റ്റം പോലെ, പക്ഷേ ഇവിടെ ഒരു നേഷൻ, ഒരു പാർട്ടിക്കുലർ നേഷൻ ആയിരിക്കും എന്താണ് മെയിൻ റോളിൽ വരുന്നത്. In the system, the state, a particular body, a universal actor,
ഏതെങ്കിലും, അത് UN ആകണമെന്നില്ല, ഏതെങ്കിലും ഒരു യൂണിവേഴ്സൽ ആക്ട് അബ്സോർബ്സ് ദ ഹോൾ നേഷൻ ആൻഡ് ഈസ് ലെഫ്റ്റ് ആസ് ദ യൂണിവേഴ്സൽ ആക്ട്. ഒരു യൂണിവേഴ്സൽ ആക്ടർ ബാക്കി എല്ലാ രാജ്യങ്ങളെയും അബ്സോർവ് ചെയ്ത് ഒരു സ്വന്തമായി വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന അവസ്ഥ. അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ് ഓൾ അതർ കൺട്രീസ് വിൽ ബിക്കം മിയർ ടെറിട്ടോറിയൽ സബ് ഡിവിഷൻസ്. വെറും ടെറിട്ടോറിയൽ സബ് ഡിവിഷൻസ് ആയിട്ട് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും നിൽക്കേണ്ടി വരും. ഇവിടെ ഹൈറാർക്കിക്കൽ ഇൻ്റർനാഷണൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ, ഹൈറാർക്കി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഓൺലി 1 പേഴ്സൺ അറ്റ് ദ ടോപ്പ് ലെവലിൽ ഒറ്റ നേഷനേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഓരോ തട്ടുകളായിട്ട് നേഷനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. യൂണിവേഴ്സൽ ആക്ടർ വിൽ അബ്സോർബ് ഓൾ അതർ നേഷൻസ് ആൻഡ് വിൽ റിമെയിൻ ആസ് എ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ യൂണിറ്റ്. ബാക്കി നേഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് പറഞ്ഞാലും ഇതുപോലെ കുറച്ച് സോവറൈനായിട്ട് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അനുമതി കൊടുക്കും. അതർ നേഷൻസ് വിൽ ഗെറ്റ് സം സോവറൻ ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്കൽ യൂണിറ്റ്. അപ്പം ഇങ്ങനെ ഒരു നേഷൻ അധികാരത്തിൽ വരണമെങ്കിൽ ചിലപ്പോൾ ഒന്നെങ്കിൽ അത് ഫോഴ്സ് ഉപയോഗിച്ചാകാം, അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങൾ സമ്മതിക്കണം. ഇറ്റ് വുഡ് ബി ഡയറക്റ്റീവ് ഇഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫോഴ്സ് ആൻഡ് നോൺ ഡയറക്റ്റീവ് ഇഫ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വിൽ ഓഫ് ദ സ്റ്റേറ്റ്. ഇവിടെ സിസ്റ്റം വുഡ് ബി, ഇവിടെ ഒബ്ജക്റ്റീവ് എന്നാണ് എഴുതിയേക്കുന്നത് തോന്നി, ഇറ്റ് വുഡ് ബി ഡയറക്റ്റീവ് എന്നാണ്. ഡയറക്റ്റായിട്ട് നടക്കും എങ്ങനെ, ഫോഴ്സ് ഉപയോഗിച്ചാണെങ്കിൽ. നോൺ ഡയറക്റ്റീവ് ആയിരിക്കും എങ്ങനെ, എല്ലാ നേഷൻസും ഒരുപോലെ സമ്മതിച്ചാൽ. ഇനി ലാസ്റ്റ് വൺ, വീറ്റോ സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ പദവിയാണ് നമ്മൾ വീറ്റോ സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ എസൻസ് ഓഫ് ദി സിസ്റ്റം വുഡ് ബി ദാറ്റ് ഓൾ സ്റ്റേറ്റ് വുഡ് ഹാവ് ഈക്വൽ പൊട്ടൻഷ്യാലിറ്റീസ് ടു ഡിസ്ട്രോയ് ഈച്ച് അതർ. എല്ലാവർക്കും മറ്റൊരാളെ നശിപ്പിക്കാനായിട്ട് തുല്യ ശക്തിയായിട്ട് നിൽക്കുക. ഇപ്പോഴത്തെ അവസ്ഥ അതാണ്. ന്യൂക്ലിയർ ആംസും എല്ലാവരുടെ കയ്യിലും, ബാംസും വെപ്പൺസും എല്ലാം എല്ലാ നേഷൻസിൻ്റെ കയ്യിലും ഉണ്ട്. Each state would possess the weapons for others' destruction. The unit veto system would remain stable only if all actors are prepared to resist threat and retaliate in case of an attack. എല്ലാവരും ഒരു അറ്റാക്ക് വന്നാൽ അതിനെ തിരിച്ചടിക്കാൻ കഴിവുള്ള നേഷൻസ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ വീറ്റോ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. The essence of the system would be that all states would have equal potentialities to destroy each other. Each state would possess the weapons for others' destruction. മറ്റൊരാളുടെ ഡിസ്ട്രക്ഷന് വേണ്ടി എല്ലാ സ്റ്റേറ്റിൻ്റെ കയ്യിലും വെപ്പൺസ് ഉണ്ടാക്കും. ഇറ്റ് വുഡ് റിമെയിൻ സ്റ്റേബിൾ ഓൺലി ഇഫ് ഓൾ ആക്ടേഴ്സ് ആർ പ്രിപ്പയർഡ് ടു റെസിസ്റ്റ് ത്രെറ്റ് ആൻഡ് റിറ്റാലിയേറ്റ് ഇൻ കേസ് ഓഫ് ആൻ അറ്റാക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബാലൻസ് ഓഫ് പവർ സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കുന്നത്. ബാക്കി എന്ന് പറയുകയാണെങ്കിൽ വീറ്റോ സിസ്റ്റം, ഹൈറാർക്കിക്കൽ ഇൻ്റർനാഷണൽ സിസ്റ്റം, യൂണിവേഴ്സൽ ഇൻ്റർനാഷണൽ സിസ്റ്റം, പിന്നെന്താണ് ടൈറ്റ് ബൈപോളാർ, ലൂസ് ബൈപോളാർ, ബാലൻസ് ഓഫ് പവർ. ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ ബാലൻസ് ഓഫ് പവർ അതെന്തായിട്ട് മാറും, ലൂസ് ബൈപോളാർ, ടൈറ്റ് ബൈപോളാർ. ലൂസ് ബൈപോളാറൊക്കെ നമ്മൾ കണ്ടതാണ് കോൾഡ് വാർ ടൈമിൽ. കോൾഡ് വാർ ഏത് രാജ്യങ്ങൾ തമ്മിലുണ്ടായ വാറാണ്? USA-യും USSR-ഉം തമ്മിൽ നടന്ന വാർ. ആയുധങ്ങൾ ഉപയോഗിക്കാത്ത വാറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾഡ് വാർ എന്ന് പറയുന്നത്. എ വാർ ഹെൽഡ് ബിറ്റ്വീൻ USA ആൻഡ് USSR വിത്തൗട്ട് യൂസിങ് ആംസ് ആൻഡ് വെപ്പൺസ്. ലൂസ് ബൈപോളാർ, ടൈറ്റ് ബൈപോളാർ, യൂണിവേഴ്സൽ ഇൻ്റർനാഷണൽ സിസ്റ്റം, ഹൈറാർക്കിക്കൽ ഇൻ്റർനാഷണൽ സിസ്റ്റം, വീറ്റോ സിസ്റ്റം. ഇത്രയുമാണ് ബാലൻസ് ഓഫ് പവേഴ്സ് തിയറി ആയിട്ട് ഉള്ളത്.